الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള തഹിയ്യത്തുൽ ഇസ്ലാം അൽ ഖാലിദ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോളം പഴക്കമുള്ള മഹത്തായ ഇസ്ലാമിന്റെ തഹിയ്യ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പറഞ്ഞിട്ടുള്ള തഹിയ്യത്തിന് പുറമെ ഗുഡ് മോർണിംഗ്, അതുപോലെ തന്നെ അറബിയിൽ സബാഹ് അൽ ഖൈർ, സബാഹ് അൻ നൂർ, മസാ അൽ ഖൈർ, മസാ അൻ നൂർ, ഇങ്ങനെയുള്ള അഭിവാദ്യങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടത്തുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ അൽ-ലജ്നത്തു ദായിമ നൽകുന്ന ഫത്വയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കുന്നത്. ചോദ്യം ഇപ്രകാരമാണ്: ഹുക്മു ഖൗലി സബാഹ് അൽ ഖൈർ വ മസാ അൽ ഖൈർ. സബാഹ് അൽ ഖൈർ, മസാ അൽ ഖൈർ എന്നിങ്ങനെ പറയുന്നതിന്റെ വിധി എന്താണ്? ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ അഭിവാദ്യം പറയൽ, സബാഹ് അൽ ഖൈർ അല്ലെങ്കിൽ മസാ അൽ ഖൈർ. സബാഹ് അൽ ഖൈർ എന്നും സബാഹുൽ ഖൈർ എന്നൊക്കെ പറയാം. മസാ അൽ ഖൈർ, അതുപോലെ തന്നെ മസാ ഉൽ ഖൈർ പറയാം. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്ന അർത്ഥമാണ് അതിന് പറയാറുള്ളത്. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദ്യം. അതിന് അൽ-ലജ്നത്തു ദായിമ നൽകുന്ന മറുപടി: അൽഹംദുലില്ലാഹ് ലാ നഅലമു ബിദാലിക ബഅസ. ഇത് പറയുന്നത് കൊണ്ടൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വയകൂനു ദാലിക ബഅദൽ ബദ്ഇ ബിസ്സലാം. അതെങ്ങനെയായിരിക്കണം? സലാം കൊണ്ട് തുടങ്ങിയതിനു ശേഷമായിരിക്കണം. ആദ്യം സലാം പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നത് കൊണ്ട് പ്രശ്നമല്ല. وبعد الرد الشرعي إذا كان القائل بذلك مسلما عليه. സംസാരിക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് മറ്റൊരാൾ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ സലാം കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മടക്കിയിട്ട് അതിനുശേഷം ഇത് പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാണ് അൽ-ലജ്നത്തു ദായിമ നൽകുന്ന ഫത്വയിലുള്ളത്. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇങ്ങനെയാണ് ഫത്വ അവസാനിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ലജ്നയോട് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അതിന്റെ ഉത്തരവും വായിക്കാം ഇൻഷാ അല്ലാഹ്. عندنا في مصر عادة في الصباح أن نحيي نقول صباح الخير يا فلان. ما حكم هذه التحية في الإسلام؟ മിസ്റിൽ ഞങ്ങൾക്കൊരു ശീലമുണ്ട്. രാവിലെ ഞങ്ങളിങ്ങനെ അഭിവാദ്യം പറയുക എന്നുള്ളത്. ഇപ്രകാരം പറയും: സബാഹ് അൽ ഖൈർ യാ ഫുലാൻ. ഒരാളെ വിളിച്ചുകൊണ്ട് സബാഹ് അൽ ഖൈർ എന്നിങ്ങനെ പറയുന്ന ഒരു ആദത്ത് മിസ്റിൽ, ഈജിപ്തിൽ ഞങ്ങൾക്കുണ്ട്. എന്താണ് ഇസ്ലാമിൽ ഇങ്ങനെ ഈ രൂപത്തിൽ തഹിയ്യത്ത്, അഭിവാദ്യ പറയുന്നതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഞങ്ങളിങ്ങനെ കാണുമ്പോൾ സബാഹ് അൽ ഖൈർ യാ ഫുലാൻ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതിന്റെ വിധി എന്താണ് എന്ന ചോദ്യത്തിന് അൽ-ലജ്നത്തു ദായിമ നൽകുന്ന മറുപടി: തഹിയ്യത്തുൽ ഇസ്ലാം അസ്സലാമു അലൈക്കും. ഇസ്ലാമിന്റെ അഭിവാദ്യം എന്ന് പറഞ്ഞാൽ അത് സലാമാണ്. അസ്സലാമു അലൈക്കും. ഫൈൻ സാദ വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഫഹുവ അഫ്ദൽ. ഇനി അസ്സലാമു അലൈക്കും എന്നതിലേക്ക് വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടിച്ചേർത്താൽ അത് ഏറ്റവും അഫ്ദലാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്. വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അത് 20ആയി. വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30ആയി. അപ്പൊ അതാണ് അതിന്റെ പൂർണ്ണ രൂപം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. وإن دعا بعد ذلك من لقيه صباح الخير مثلا
ഫല ഹറജ അലൈഹി. എന്നാൽ ഇതിനു ശേഷം, ഇതൊക്കെ പറഞ്ഞതിനു ശേഷം കണ്ടുമുട്ടിയ ആളോട് സബാഹുൽ ഖൈർ അല്ലെങ്കിൽ സബാഹൽ ഖൈർ എന്നൊക്കെ പറയുന്നത് കൊണ്ട് പ്രശ്നമല്ല, അത് തെറ്റല്ല. സലാം പറഞ്ഞതിനു ശേഷം, ഇസ്ലാമിന്റെ തഹിയ്യത്ത് നടത്തിയതിനു ശേഷം സബാഹൽ ഖൈർ എന്നൊന്നും പറയുന്നത് കൊണ്ട് കുറ്റമില്ല. എന്നാൽ അമ്മ അൻ യഖ്തസിറ ബിത്തഹിയ്യത്തി ഇൻദ ലിഖാഇ അലാ സബാഹൽ ഖൈർ ദൂന അൻ യഖൂല അസ്സലാമു അലൈക്കും ഫഖദ് അസാഅ. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള സബാഹുൽ ഖൈർ അല്ലെങ്കിൽ സബാഹൽ ഖൈർ എന്ന് പറയുന്ന അഭിവാദ്യത്തിൽ ചുരുക്കുക എന്നുള്ളത്, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ വെറും സബാഹൽ ഖൈർ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ദൂന അൻ യഖൂല അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നൊന്നും പറയുന്നില്ല, വെറും സബാഹുൽ ഖൈർ, മസാ അൽ ഖൈർ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഇങ്ങനെയുള്ള അഭിവാദ്യം മാത്രമാക്കിയാൽ ഫഖദ് അസാഅ, അവൻ ചെയ്തത് ശരിയല്ല, അത് ശരിയായ കാര്യമല്ല. അഥവാ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പുണ്യകരമായ വലിയ പ്രതിഫലമുള്ള അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ തഹിയ്യ. അത് തന്നെയാണ് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പറയാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടതും അതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതിനെ പുണ്യമുള്ളൂ. സബാഹൽ ഖൈർ, മസാ അൽ ഖൈർ എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും പുണ്യം കിട്ടുന്ന കാര്യമല്ല. അതൊന്നും ഇസ്ലാമിൽ പുണ്യം കിട്ടുന്ന കാര്യം. അതിന്റെ വിധി സലാം പറഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ അത് ജായിസാണ്, അനുവദനീയമാണ്, അതിന് കുറ്റമില്ല എന്നുള്ള അഭിപ്രായമാണ് അൽ-ലജ്നത്തു ദായിമ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നത് ഇബാദത്താണ്. അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യേണ്ട ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, സലാം പറയുക എന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകളും ഗുണങ്ങളുമുണ്ട് എന്നുള്ളതൊക്കെ വിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറയുക, അത് മാത്രം പറയുക, ആദ്യം അത് പറയുക, അതൊന്നും ശരിയല്ല. ആദ്യം മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, തിരിച്ചു മറുപടി പറയുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ പറയാൻ ശ്രദ്ധിക്കേണ്ടതും പറയാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതും. അതിൽ തന്നെയാണ് നമ്മൾ ഇസ്സത്ത് കാണേണ്ടതും. അത് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. അതിൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക, സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ വലിയ പുണ്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പരസ്പരം സ്നേഹം വർദ്ധിക്കാനൊക്കെ അത് കാരണമാകും. അതൊരു പ്രാർത്ഥനയാണ്. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം ഒരാൾക്ക് സബാഹൽ ഖൈർന്നോ മസാ അൽ ഖൈർ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് മാത്രമാണ് ലജ്നത്തു ദായിമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഷയം കൃത്യമായി മനസ്സിലാക്കണം. മുസ്ലിങ്ങളായിട്ടുള്ള നമ്മൾ സലാമിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയവരാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അതിന് നമ്മളുടെ പിതാവ്, നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോളം പഴക്കമുണ്ട്. അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകൾക്ക് സലാം പറയാൻ പറയുന്ന കാര്യമൊക്കെ കൃത്യമായി പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായിരിക്കണം നമ്മളുടെ തഹിയ്യത്ത്. അതിനു പുറമെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് അൽ-ലജ്നത്തു ദായിമ ഫത്വ പറഞ്ഞു. വല്ലാഹു തആല അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.